ഏത് പ്രേരണയാണ് നിങ്ങൾക്ക് ഒരു ഓഫറും CPM ഇല്ലാതിരിക്കെ ഏത് പ്രേരണയുടെ അടിസ്ഥാനത്തിലാണ് വോട്ട് ചെയ്തത്? സഹോദരൻ, ഞാൻ പറഞ്ഞല്ലോ, ഒരു തരത്തിലും ഞാൻ മനഃപൂർവ്വം ഞാൻ CPM വോട്ട് ചെയ്യുന്ന ഒരാളല്ല. കാരണം ഒരു തരത്തിലും ഞാൻ അവരായിട്ട് സഹകരിക്കില്ല. അതെൻ്റെ നാട്ടിലുള്ള CPMകാർക്കും അറിയാം. എന്ത് സംഭവിച്ചു? അതാണ് എൻ്റെ അടുത്ത്, ഞാനൊരു മനുഷ്യനാണ്, എൻ്റെ അടുത്ത് പറ്റിയൊരു മിസ്റ്റേക്കാണ്. താങ്കൾ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്, താങ്കൾ ഒരു അധ്യാപകനാണ്, താങ്കൾ പൊതുസമൂഹത്തിൽ ഇടപെടുന്ന ഒരു വ്യക്തിയാണ്, തിരഞ്ഞെടുപ്പിൽ ആ സീറ്റ് പിടിച്ചെടുത്ത ഒരാളാണ്. അങ്ങനെ ഒരു വ്യക്തിക്ക് ഒരു മിസ്റ്റേക്ക് സംഭവിക്കുമെന്ന് പൊതുസമൂഹം അംഗീകരിക്കുമോ? അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം എനിക്ക് വരെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. എൻ്റെ മനസാക്ഷിയോട് ഞാൻ ചെയ്ത ഏറ്റവും വലിയൊരു തെറ്റായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം എനിക്ക് തന്നെ അത് മാനസിക താങ്കൾ തലേ ദിവസം പറഞ്ഞ മറ്റേ ട്വിസ്റ്റ് സ്വാഭാവികമായി അവിടെ സംഭവിച്ചു എന്നതല്ല യാഥാർത്ഥ്യമാണ്. പക്ഷെ ഞാൻ ഒരു തരത്തിലും പ്രലോഭനത്തിന്റെ മുകളിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും വാഗ്ദാനത്തിന്റെ മുകളിൽ സംഭവിച്ചതല്ല, ഒരിക്കലും. ഞാൻ അതിനോട് ഏത് അന്വേഷണത്തോടും നേരിടാൻ ഞാൻ തയ്യാറാണ്. ഇനിയിപ്പോൾ ഞാനും എലിയഫേരായിട്ട് സംസാരിക്കണ വല്ല വോയിസോ അല്ലെങ്കിൽ ഞാൻ അവരുടെ കൂടെ നടക്കണ വോയിസോ അല്ലെങ്കിൽ ആരുടെയും വീട്ടിൽ നിന്ന് ഇറങ്ങി വരണ എന്തെങ്കിലും വിഷ്വൽസ് ആരുടെയും കയ്യിൽ കൊണ്ടുവരികയാണെങ്കിൽ ഇത് ഓക്കെ. ഞാൻ ആ ഒരു തരത്തിൽ പോലും ഒരാളുടെ അടുത്തും സംസാരിച്ചിട്ടില്ല, പോയിട്ടുമില്ല. MLA ഇതിൽ ഇടപെട്ടിട്ടുണ്ടെന്ന് പറയുന്ന ആരോപണം ഇല്ല, ഒരു MLA പോലും എന്നെ വിളിച്ചിട്ടില്ല. പണം വാഗ്ദാനം ചെയ്തിട്ടില്ല, ഒന്നുമില്ല. ഇതൊരു ഫ്രണ്ട്ലി ടോക്ക് മാത്രമാണ് അതിന്റെ. അപ്പൊ ഏതായാലും താങ്കൾക്ക് തെറ്റുപറ്റിയതാണ്. ആ തെറ്റുപറ്റിയതിന് വ്യക്തമായ ഒരു മറുപടി പറയാൻ എപ്പോഴും കഴിയുന്നില്ല. സ്വാഭാവികമാണല്ലോ. കാരണം ഇത് ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു തെറ്റാണ് ഇത് സംഭവിച്ചത്. അതിന്റെ മുകളിലാണ്.